ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും കണ്ടിന്യൂസ് ആയിട്ട് 12 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന ഇൻസിഡൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനെതിരെ ഡോക്ടേഴ്സിനും നഴ്സസിനും എന്തെങ്കിലും റൈറ്റ്സോ റെമഡീസോ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലോർഡ്സ് ഹോസ്പിറ്റൽ വേഴ്സസ് ഡോക്ടർ എബ്രഹാം മാത്യു എന്ന് പറഞ്ഞ കേസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അടിയിൽ വരുമെന്ന്. അതുകൊണ്ട് തന്നെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ എല്ലാ ഹോസ്പിറ്റൽസിനും ആപ്ലിക്കബിളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമം പ്രകാരം ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ആക്ട് പ്രകാരം ഒരു ഡോക്ടറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇന്റേണിനെ കൊണ്ടോ മാക്സിമം ഒരു ദിവസം 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ മാക്സിമം 48 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങളെ കൊണ്ട് ഓവർ ടൈം വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ 10 മണിക്കൂറിന് മുകളിൽ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനും അവർക്ക് സാധിക്കുന്നതല്ല. ഇനി ഹോസ്പിറ്റൽസ് നിങ്ങളെ ഓവർ ടൈം വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ നോർമൽ സാലറിയുടെ ഡബിൾ ഇരട്ടി സാലറിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഓവർ ടൈമിന് ഹോസ്പിറ്റൽസ് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് മാക്സിമം ഒരു ഹോസ്പിറ്റലിന് 4 മണിക്കൂർ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുശേഷം കമ്പൽസറി ആയിട്ട് 1 മണിക്കൂർ ബ്രേക്കും നിങ്ങൾക്ക് നൽകേണ്ടതാണ്. ഇനിയാകട്ടെ ഈ ആക്ട് പ്രകാരം എല്ലാ ഹോസ്പിറ്റൽസും ഒരു ദിവസം നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് പെയ്ഡ് ലീവും തരേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതുപോലെയൊന്നും ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ലീവോ മറ്റു ആനുകൂല്യങ്ങളോ തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലേബർ ഓഫീസർ മുമ്പാകെ പരാതി നൽകാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ നേരിട്ട് പരാതി നൽകാവുന്നതുമാണ്. ഇപ്രകാരമുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിയമത്തെ പറ്റിയുള്ള ഇഗ്നോറൻസ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൈറ്റ്സിനെ പറ്റി അറിയുന്നതിന് വേണ്ടി ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഫോളോ ആ ചാനൽ.